എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴവും 2 ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് റവയുമാണ്. ഇത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു ശർക്കര ഉണ്ടയുടെ നേർപകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിനായി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുക്കുന്നത് 2 ഗ്ലാസ് റവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കരയ്ക്ക് വേണ്ടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് റവ എടുക്കാം. ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ റവ എടുക്കുന്നത്. ഇതിന് ഒരു 2 ഗ്ലാസ് റവയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ ഏത് പലഹാരം ഉണ്ടാക്കിയാലും അതൊരളവിൻ പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ആ പലഹാരം നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതിന് 2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. ഇതുപോലെ നന്നായി പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. ഈ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിടാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ ഒരു 4 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് അരയ്ക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് റവ എടുക്കാം. ഈ റവയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല, നമുക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ എടുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞെടുക്കും.
ഇതിനി ഇരുന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. കോരി ഒഴിക്കുന്ന പരുവമായിരിക്കണം ഇത്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ആകെ നേരത്തെ 1/4 ഗ്ലാസ് വീതം 2 പ്രാവശ്യം എടുത്തതും ഇപ്പോഴത്തെ 1/2 ഗ്ലാസ് വെള്ളവും നേരത്തെ 1 ഗ്ലാസ് വെള്ളം ശർക്കര പാനിക്ക് എടുത്തതും കൂടെ കൂട്ടി ആകെ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡലി തട്ടെടുക്കാം. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കാം. ഇതിൻ്റെ ഈ കുഴികളിലെല്ലാം നമുക്ക് ഈ നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതേ പരുവത്തിലായിരിക്കണം മാവിരിക്കേണ്ടത്. നമുക്കിത് മുഴുവനായി ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് ഫില്ല് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്ന ഒരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ ഇത് വെന്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മുഴുവനായി ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു അപ്പച്ചമ്പിൽ അല്പം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ തട്ടെടുത്ത് വയ്ക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 3 കാഷ്നട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഈ കാഷ്നട്ട് ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വെക്കേണ്ടതാണ്. പകുതി വേവാകുന്ന സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കുവാനായിട്ട്. ഇതെല്ലാം നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനായി വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇത് വെന്തോന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊക്കിയെടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇളക്കുന്ന സമയത്ത് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വട്ടയപ്പം പോലെ തന്നെ ഇരിക്കുന്നു. നമ്മളിതിന് ഈസ്റ്റോ സോഡാപ്പൊടിയോ യാതൊന്നും ചേർത്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കുവാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് റവയും നേന്ത്രപ്പഴവും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ.
ഇതെല്ലാം നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എടുക്കാം. ക്യാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തെന്നുള്ളതേ ഉള്ളൂ. ക്യാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ ഇതിന് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ രുചിയേറിയ ഒരു പലഹാരമാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസ് നന്നാക്കി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. വളരെ മധുരമുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇത് നല്ല ഇപ്പം തന്നെ കണ്ടോ, ഇതിനകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.